മക്കളെ, നമ്മളെല്ലാവരും നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് പ്രതീക്ഷിക്കാം. ഏത് സമയത്തും റിസൾട്ട് വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, റിസൾട്ടിന് ശേഷമാണെങ്കിലും ഇനി റിസൾട്ടിന് മുന്നേ ആണെങ്കിലും നിങ്ങൾ പലരും ഇപ്പോഴും മാർക്കൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഏകദേശം നിങ്ങൾക്ക് അറിയാം, ഏകദേശം എന്നല്ല എക്സാക്ട് മാർക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ OMR വന്നപ്പോൾ പലരും മാർക്കൊക്കെ ചെക്ക് ചെയ്തിരിക്കുന്ന കുട്ടികളാണ്. ഇനി ആരെങ്കിലും ചെക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മെയിലിലിരിക്കുന്ന OMR ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് നോക്കാം. ഇനിയിപ്പം ഇന്നല്ലേ നാളെ വരുമല്ലോ, ഓക്കെ എന്നാൽ പിന്നെ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണ് മൈൻഡ് തോന്നുന്നെങ്കിൽ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യും. പക്ഷെ ഇത് കഴിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പം എന്താ പറയുക, പുറത്തു നിന്നുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും, അതായത് നോർത്തിലേക്കുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്ന ഒരു കട്ട് ഓഫ് ഒക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു 490s ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കും എക്സ്പെക്റ്റ് ചെയ്യാം ഒരു 490 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. അതായത് 500 എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പലപ്പോഴും ഒരു 500 490 വരെയൊക്കെ അഡ്മിഷൻ കിട്ടിയേക്കാം. ഇനി അതിൽ തന്നെ OBC മറ്റ് കാറ്റഗറി റിസർവേഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ അതിൽ നിന്ന് വീണ്ടും ഒരു 5 മാർക്കൊക്കെ കുറഞ്ഞേക്കാം. അപ്പോൾ അത്രയും ഒരു ചെറിയൊരു കട്ട് ഓഫിലേക്ക് തന്നെയാണ് നമ്മുടെ എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് മനസ്സിലായി. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര തന്നെ മാർക്ക് ആയിക്കോട്ടെ, അതൊരു 490ക്ക് താഴെ ഉള്ളൊരു മാർക്കാണെങ്കിൽ ഇനിയും ആലോചിച്ച് നിന്നിട്ട് അവസാനത്തെ അലോട്ട്മെന്റ് വരെ നിങ്ങൾ കാത്തിരിക്കാൻ നിൽക്കരുത്. നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് സജഷൻ ഇതാണ്: നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ, അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ആ ഒരു മാർക്കിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അലോട്ട്മെന്റ് എല്ലാം അവസാനം വരെ കഴിയുന്നവരെ കാത്തിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷം അനുഭവം ഉണ്ട് പല കുട്ടികളുടെ കേസിൽ. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, ഇതൊരു നിങ്ങളെ ഉപദേശിക്കുകയല്ല, പക്ഷെ മറിച്ച് പല കുട്ടികളുടെയും ലൈഫിൽ സംഭവിച്ചു പോകുന്ന ഒരു വലിയ അബദ്ധം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് പറ്റാതിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ മാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 490യുടെ താഴേക്കാണ് മാർക്കെങ്കിൽ ഓക്കെ, നമുക്ക് കൊടുക്കാം അലോട്ട്മെന്റിന്, നിങ്ങൾക്ക് അവസാനത്തെ അലോട്ട്മെന്റ് വരെ കൊടുക്കാം. പക്ഷേ നിങ്ങൾ ആലോചിച്ചിരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ JPCയിലേക്ക് വാ. ഏറ്റവും നല്ല റിസൾട്ടുകൾ ഞങ്ങൾ ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 5 വർഷങ്ങളിലും കേരളത്തിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും പറയാൻ പറ്റാത്ത റിസൾട്ട് കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നുകൊണ്ട്, നിങ്ങളെ കൂടെ നിന്നുകൊണ്ട്, നിങ്ങളെ ഒപ്പം നിന്നുകൊണ്ട്, നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടേക്ക് നിങ്ങൾ വീക്കാവുന്നോ ആ കാര്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ JPC എന്നും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് JPCൻ്റെ ഈ എല്ലാ വർഷങ്ങളിലുള്ള റിസൾട്ടും. ഈ വർഷവും നല്ല റിസൾട്ടുമായിട്ട് JPC നിങ്ങളുടെ മുന്നിലേക്ക് വരും. കഴിഞ്ഞ വർഷങ്ങളിലും കേരളയിൽ കാറ്റഗറിയിൽ 6th 20th, അതായത് അത് വന്നിട്ട് കേരള ജനറൽ റാങ്ക് ആണെങ്കിൽ 20, 55 തന്നെ JPCന് കിട്ടിയത് സാധാരണ കുട്ടികളിൽ നിന്നാണ്. ഈ നോർമൽ കുട്ടികൾ തന്നെയാണ് JPCയിൽ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോഴും ഈ വീഡിയോയിലൂടെ നിങ്ങൾ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെ ആയിട്ട് ആളുകളെ ഞാൻ വെൽക്കം ചെയ്യാണ് JPCയിലേക്ക്. നിങ്ങൾ ധൈര്യത്തോടു കൂടെ വാ. നിങ്ങൾ മാർക്ക് നോക്കി വീണ്ടും ചുമ്മാ സമയം കളയരുത്. പല കുട്ടികളും അങ്ങനെ സമയം കളഞ്ഞിട്ട് അവസാന സമയത്ത് അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് കുറേ കണ്ടന്റൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ മറന്നു പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആരും നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കേണ്ട. മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തിറങ്ങുക. അല്ലാതെ ഇനിയും ആലോചിച്ച് ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത കൊല്ലം എക്സാം ടഫാവോ, ഈ പ്രാവശ്യം +2 ടഫായില്ലേ, ഈ പ്രാവശ്യത്തെ നീറ്റ് ടഫായില്ലേ, അടുത്ത കൊല്ലം ടഫാവില്ലേ, ഇങ്ങനെ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം സ്വപ്നം കണ്ടതൊക്കെ ഇല്ലാണ്ടാവും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, പുറത്തുനിന്ന് ആരുമല്ല. ഇപ്പം നഷ്ടപ്പെടുന്ന ഒരു വർഷത്തിന്റെ കണക്ക് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ പല കുട്ടികളും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരാരും തന്നെ ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കൂല. അങ്ങനെ ആ ഒരു വർഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ നമ്മുടെ കൂടെ കൂടിയേക്കുന്ന എല്ലാവരും തന്നെ ഈ വർഷത്തെ റിസൾട്ടായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഞാൻ വീണ്ടും പറയാണ്, റിപ്പീറ്റേഴ്സ് സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വാ, ധൈര്യത്തോടു കൂടെ വാ. JPCന് അറിയാം നിങ്ങൾ എങ്ങനെ മോൾഡ് ചെയ്യണം, നിങ്ങളുടെ കൂടെ എങ്ങനെ നിൽക്കണം, നിങ്ങളുടെ കൂടെ എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കണം. നിങ്ങൾ വന്ന് നിങ്ങൾ ഇവിടെ ഇഷ്ടപ്പെട്ട്, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റാണ്, ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സെറ്റാണ്, അത് തന്നെ നിങ്ങൾ പറയൂ. അത് ഉറപ്പായിട്ടും അത് നമ്മുടെ ഉറപ്പ് തന്നെയാണ്. ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ പഠിച്ച വലിയ പാഠം തന്നെയാണത്. എങ്ങനെ കുട്ടികളെ കൊണ്ടുപോകണം, ഏറ്റവും നല്ല മെൻറ്ററിങ് എങ്ങനെ കൊടുക്കണം, ഏറ്റവും നല്ല ക്ലാസ്സുകൾ എങ്ങനെ കൊടുക്കണം, ഏറ്റവും നല്ല എക്സാംസ് എങ്ങനെ കൊടുക്കണം, എല്ലാം കൊണ്ടും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് ചെന്ന് റിസൾട്ട് എത്തിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. വീണ്ടും പറയാം, 10,000 കണക്കിന് കുട്ടികളിൽ നിന്നല്ല JPCൻ്റെ റിസൾട്ടുകൾ. JPCൻ്റെ റിസൾട്ട് 200ഓളം വരുന്ന കുറഞ്ഞ കുട്ടികളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ അഡ്മിഷൻസും അത്രയൊക്കെ തന്നെയുള്ളൂ. ആ കുട്ടികളിൽ നിന്ന് തന്നെയാണ് JPC ഓരോ വർഷവും റിസൾട്ടുകൾ 50% ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് ആ ഒരു ഇൻഡിവിജ്വൽ കെയർ ആണ്.
അവൻ എവിടെയാണോ ഒരു വിഷമം വരുന്നത്, അവൾക്ക് എവിടെയാണോ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ആ സമയത്ത് അവളുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അവളുടെ കൂടെ നിൽക്കാനുള്ള ഒരു മെന്ററിങ്ങും അവളെ കൂടെ നിൽക്കാനുള്ള സപ്പോർട്ടുമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് എൻട്രൻസ് പഠിക്കുമ്പോൾ വേണ്ടത്. അത് കൊടുക്കാൻ JPC റെഡിയാണ്. വേറെ സമയം ട്രാവലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതേ ക്യാമ്പസിൽ തന്നെ ക്ലാസ് റൂമും ഹോസ്റ്റലും ഭക്ഷണവും സ്റ്റോറും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് JPC ഓരോരാളെ വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീസും ഇല്ലാതെ JPC പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ ഇനിയും മടിച്ച് നിൽക്കേണ്ട, നിങ്ങൾക്ക് സ്കോളർഷിപ്പിൽ ഇവിടെ പഠിക്കാം. നിങ്ങൾ ഇനിയും ആലോചിച്ച് നിൽക്കേണ്ട, ഏറ്റവും നല്ല കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഏറ്റവും നല്ലൊരു സൂപ്പർ ബാച്ചുമായിട്ട് JPC മുന്നിലേക്ക് വരികയാണ്. ആ ബാച്ച് ഇതാ വൈകാതെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയും ആലോചിച്ച് നിൽക്കരുത്, ഇനിയും എക്സാം ടഫ് ആവുമെന്ന് ആലോചിച്ച് നിൽക്കരുത്, ഇനിയും എനിക്ക് അലോട്ട്മെന്റ് അവസാനം വരെ കാത്തിരിക്കണം എന്ന് ആലോചിച്ച് നിൽക്കരുത്. നിങ്ങൾ അപ്പോഴും അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ പൊയ്ക്കോ, ഉറപ്പായിട്ട് നിങ്ങളെ സന്തോഷത്തോടു കൂടെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിടും. പക്ഷെ ഇനിയും ആലോചിച്ച് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം 1.5 മാസത്തിനടുത്തായി. ഇനിയും ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമായിരിക്കും. ഇനിയും 1.5 മാസം അലോട്ട്മെന്റ് കഴിയുന്നവരെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവസാനം നമ്മളൊരു തീരുമാനം എടുക്കും, ഒന്നും കൂടെ പോയി നോക്കാം. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഏതൊരു കുട്ടിയും ചിലപ്പോൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടാവും, ഞാൻ 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എവിടെ എത്തിയില്ലല്ലോ. എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്, ആവർത്തിച്ച് ഞാൻ പറയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ മറ്റൊരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ എന്നും അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴുള്ള ഈ ഒരു വർഷം കഴിഞ്ഞു പോകും, മുന്നോട്ടേക്കുള്ള ഓരോന്നും കഴിഞ്ഞു പോകും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ എക്സാമിലൂടെ തന്നെയാണ്. നിങ്ങൾ അത്ര കണ്ട് നിങ്ങൾ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ, അത്ര കണ്ട് നിങ്ങൾ MBBSയിലേക്കുള്ള ആ ഒരു വഴി നിങ്ങൾ എന്നും സ്വപ്നം കണ്ടുകൊണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ, ഏറ്റവും നല്ല കോളേജുകൾ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ, ഒരു വൈറ്റ് കോട്ടും സ്റ്റെത്തും മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ അതിപ്പോഴും വല്ലാത്തൊരു വിഷമായിട്ട് നിൽക്കുന്നുണ്ടെന്നാണെങ്കിൽ, ഒരു ദിവസം റൂമിനുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ എക്സാമിനേഷൻ ഹോളിൽ സംഭവിച്ചതും അതുവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നങ്ങളും ഇല്ലാതായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നാണെങ്കിൽ, ഇനി അത് നേടിയെടുക്കാൻ എനിക്ക് ഇനിയും മുന്നോട്ടേക്ക് പോവാന്ന് നിങ്ങൾ ധൈര്യത്തോടു കൂടെ ആലോചിക്കുന്നുണ്ടെന്നാണെങ്കിൽ, നിങ്ങൾ വാ. നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എനിക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുമായിട്ട് എന്തായാലും നിങ്ങൾ ഏത് മെസ്സേജിനും റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കൾ എന്തായാലും എന്ത് കാര്യങ്ങളും നിങ്ങളൊരു വോയിസ് ആയിട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ വോയിസ് കേൾക്കാനും നിങ്ങൾക്ക് മറുപടി തരാനും ഞാൻ റെഡിയാണ്. അപ്പോൾ മക്കളെ, ഇനിയും ആലോചിക്കേണ്ട, ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് വാ. നമുക്കൊരു അടിപൊളി ബാച്ചുമായിട്ട് ഏറ്റവും ഫുൾ റിസൾട്ട് ഉണ്ടാക്കുന്ന ബാച്ചായിട്ട് JPC ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടും ആ ഒരു ബാച്ചിൽ നിന്ന് മുഴുവൻ റിസൾട്ടുകളാണ്. ആ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഏറ്റവും നല്ല സിസ്റ്റത്തോടുകൂടെ, ഏറ്റവും നല്ല എക്സാംസോടുകൂടെ നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ് ഞങ്ങളുടെ സൂപ്പർ 60 ബാച്ചിലേക്ക്. ആ സൂപ്പർ 60ൽ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാൻ നിങ്ങളും കൂടെ അടുത്ത വർഷം ഉണ്ടെന്നാണെങ്കിൽ, ഈ വർഷം നിങ്ങളും കൂടെ ഉണ്ടെന്നാണെങ്കിൽ, അടുത്ത മെയ്യിൽ ഇറങ്ങുന്ന കുട്ടികൾ, അടുത്ത മെയ്യിൽ MBBS ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവും എന്നുള്ളത് JPCന്റെ ഉറപ്പാണ്. വാ മക്കളെ, നമുക്ക് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോവാം.